നമസ്കാരം. ചെസ് ഓപ്പണിങ്ങിലെ 6 പ്രിൻസിപ്പിൾസ്. പ്രിൻസിപ്പിൾ നമ്പർ 1, സെന്റർ കൺട്രോൾ. അപ്പോൾ എന്താണ് സെന്റർ കൺട്രോൾ? നമുക്കറിയാം, ഈ സെന്ററിലുള്ള 4 സ്ക്വയറുകൾക്കാണ് നമ്മൾ സെന്റർ എന്ന് പറയുന്നത്. അതിനോട് ചേർന്ന് വരുന്ന സ്ക്വയറുകൾക്ക് നമ്മൾ സെന്റർ എന്ന് പറയും. അപ്പോൾ ഇത്രയും സ്ക്വയറുകളാണ് സെന്റർ എന്ന് പറയുന്നത്. അപ്പോൾ സെന്റർ കൺട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ക്വയറുകൾ നമ്മൾ പോണുകൾ കൊണ്ടും പീസുകൾ കൊണ്ടും കൺട്രോൾ ചെയ്യുക. ഇവിടെ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഇവിടെ E4 കളിക്കുന്ന സമയത്ത് സെന്ററിലുള്ള 2 സ്ക്വയറുകൾ നമ്മുടെ കൺട്രോളിലാണ്. ഈ 2 സ്ക്വയറുകളും ഇപ്പോൾ വൈറ്റിന്റെ കൺട്രോളിലാണ്. ഓക്കെ, ബ്ലാക്ക് ഇവിടെ H5 കളിച്ചിരിക്കുന്നു, വീണ്ടും D4. അപ്പൊ നോക്കിയേ, ഈ സെന്ററിലുള്ള 4 സ്ക്വയറുകൾ, ഇത്രയും സ്ക്വയറുകൾ നമ്മുടെ കൺട്രോളിലാണ്. ഇപ്പോൾ എന്താണ് നമ്മൾ ആ സ്ക്വയറുകൾ കൺട്രോൾ ചെയ്യാനുള്ള പ്രയോജനങ്ങൾ എന്താണ്? ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ അവിടെ പീസുകളൊന്നും വന്ന് ഇരിക്കാൻ പറ്റത്തില്ല. ഒപ്പോണന്റിന്റെ നൈറ്റോ ബിഷപ്പോ ഒന്നും വന്ന് അവിടെ ഇരിക്കാനായിട്ട് പറ്റില്ല. നമുക്കറിയാം, ഒരു പീസ് ഏറ്റവും പവർഫുൾ ആയിരിക്കുന്നത് എവിടെയാ? സെൻട്രലല്ലേ. അപ്പോൾ ഒപ്പോണന്റിന്റെ പീസുകൾ വന്ന് സെൻട്രൽ ഇരുന്ന് കഴിഞ്ഞാൽ ആ പീസ് വളരെ പവർഫുൾ ആയിരിക്കും. അപ്പൊ അതിന് ഏത് ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യാനായിട്ട് പറ്റും? സെൻട്രലാണ് ഇരിക്കുന്നുണ്ടെങ്കിൽ. ഇപ്പൊ നമുക്കറിയാം, നൈറ്റ് സെൻട്രൽ വന്നിരുന്നു കഴിഞ്ഞാൽ എത്ര സ്ക്വയറുകളിൽ പോകും? എത്ര പോസിബിൾ മൂവ്സ് ഉണ്ടാവും നൈറ്റിന്? 8 പോസിബിൾ മൂവ്സ് ഉണ്ടാവും. അതിനൊക്കെ ഒരു ബിഷപ്പ് വന്നിരുന്നു കഴിഞ്ഞാൽ 13 പോസിബിൾ മൂവ്സ് ഉണ്ടാവും അല്ലെ. അതേപോലെ തന്നെ ക്യൂൺ ഇരുന്ന് കഴിഞ്ഞാൽ ക്യൂർ മോർ പവർഫുൾ, ഏറ്റവും പവർഫുൾ ആയിരിക്കുന്നത് സെൻട്രൽ ഇരിക്കുമ്പോഴാണ്. 27 പോസിബിൾ മൂവ്സ് ഉണ്ടാവും ഒരു ക്യൂൺ വന്ന് സെന്ററിൽ ഇരിക്കുന്നത്. അപ്പോൾ ഒപ്പോണന്റിന്റെ പീസുകൾ വന്ന് സെന്ററിൽ ഇരുന്ന് കഴിഞ്ഞാൽ അത് വളരെ പവർഫുൾ ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് ഒപ്പോണന്റിന്റെ പീസുകളെ ഒന്നും നമ്മൾ സെന്ററിൽ ഇരുത്താനായിട്ട് പാടില്ല. അതിനു വേണ്ടിയിട്ട് നമ്മൾ സെന്റർ സ്ക്വയറുകൾ, പോണുകളും പീസുകളും ഉപയോഗിച്ച് നമ്മൾ കൺട്രോൾ ചെയ്യണം. യെസ്. പ്രിൻസിപ്പിൾ നമ്പർ 2, പീസ് ഡെവലപ്മെന്റ്. അതായത് നൈറ്റ്, ബിഷപ്പ് തുടങ്ങിയ പീസുകൾ നമ്മൾ കളിയിലേക്ക് കൊണ്ടുവരിക. ഇവിടെ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, നൈറ്റ് F3 കളിക്കുന്നു, ഒപ്പോണന്റ് G6 കളിച്ചിരിക്കുന്നു. അപ്പൊ അവര് പീസുകളൊന്നും കളിച്ചിട്ടില്ല, നമ്മൾ അടുത്ത നൈറ്റ് ഡെവലപ്പ് ചെയ്തു. ബിഷപ്പ് C4 കളിച്ചു. അങ്ങനെ നമ്മൾ പീസുകളെ എല്ലാത്തിനെയും കളിയിലേക്ക് കൊണ്ടുവരിക. അപ്പൊ പ്രിൻസിപ്പിൾ നമ്പർ 2 ആണ് പീസ് ഡെവലപ്മെന്റ്. പ്രിൻസിപ്പിൾ നമ്പർ 3, നൈറ്റ് ബിഫോർ ബിഷപ്പ്. അതായത് നൈറ്റ് ബിഷപ്പിനേക്കാൾ മുമ്പ് ഡെവലപ്പ് ചെയ്യണം. അതിന്റെ റീസൺ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം എക്സാമ്പിൾ നോക്കിക്കോളൂ. ബിഷപ്പ് C4 കളിക്കുന്ന സമയത്ത് സെന്ററിലുള്ള ഒരു സ്ക്വയർ ആണ് കൺട്രോൾ ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം, സെന്റർ എന്ന് പറയുന്നത് ഈ 4 സ്ക്വയറുകളാണ്. അപ്പൊ ഇതിൽ ഒരു സ്ക്വയർ ആണ് ബിഷപ്പ് കൺട്രോൾ ചെയ്തിരിക്കുന്നത്. ഇനിയിപ്പോ നൈറ്റ് ആണ് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നതെന്ന് ഇരിക്കട്ടെ. നൈറ്റ് ആണ് ഡെവലപ്പ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നൈറ്റ് സെന്ററിലുള്ള 2 സ്ക്വയറുകളാണ് കൺട്രോൾ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ആദ്യത്തെ പ്രിൻസിപ്പിൾ എന്തായിരുന്നു പറഞ്ഞത്? സെന്റർ കൺട്രോൾ. അപ്പൊ സെന്റർ കൺട്രോൾ എന്നുള്ളത് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇവിടെ നൈറ്റ് കളിക്കുന്ന സമയത്ത് നൈറ്റ് 2 സ്ക്വയറുകൾ കൺട്രോൾ ചെയ്യുന്നുണ്ട്. അതിന് ബിഷപ്പ് കളിക്കുന്ന സമയത്ത് ബിഷപ്പ് ഒരു സ്ക്വയർ ആണ് കൺട്രോൾ ചെയ്യുന്നത്. പിന്നെ മറ്റൊരു റീസൺ, നമുക്ക് നൈറ്റിന് ഇവിടെ പോസിബിൾ മൂവ്സ് 3 മൂവ്സ് ആണ് ഉള്ളത്. ഒന്ന് ഈ സൈഡിലേക്കാണ്. അപ്പൊ സൈഡിലേക്ക് നമ്മൾ ഒരു പീസ് കളിക്കുന്നത് അത്ര നല്ലതല്ല. നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ, സെന്റർ കൺട്രോൾ ചെയ്തൊക്കെ രീതിയിൽ വേണം പീസുകൾ കളിക്കാൻ. ഓക്കെ, പിന്നെ 2 ഓപ്ഷൻസ് ആണ് ഇവിടെ ഉള്ളത്. അപ്പൊ ഇവിടെയാണ് കളിക്കുന്നതെങ്കിൽ പലപ്പോഴും വേറെയുള്ള പീസുകളൊക്കെ അത് ബ്ലോക്ക് ചെയ്യും. ഈ സ്കോറിലേക്കാണ് കളിക്കുന്നതെങ്കിൽ വേറെ പീസുകളൊക്കെ ബ്ലോക്ക് ചെയ്യും. അപ്പൊ മിക്കവാറും നൈറ്റിന്റെ ഒരു ബെസ്റ്റ് സ്കോർ എന്ന് പറയുന്നത് നൈറ്റ് F3, അതല്ല എന്നുണ്ടെങ്കിൽ നൈറ്റ് C3 ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് നമുക്കത് ഡെഫിനറ്റ് ആയിട്ട് നമുക്ക് അവിടെ നൈറ്റ് അവിടെ കളിക്കാം. ബിഷപ്പിന്റെ കേസ് അങ്ങനെയല്ല. ബിഷപ്പിന് ഒരുപാട് പോസിബിൾ മൂവ്സ് ഉണ്ട്. ഇവിടെ എവിടെ കളിക്കണം എന്നുള്ളത് നമുക്ക് ഒപ്പോണന്റിന്റെ മൂവ് നോക്കിയിട്ട് പിന്നീട് നമുക്ക് ഡിസൈഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ അതുകൊണ്ട് നൈറ്റ് വേണം നമ്മൾ ആദ്യം കളിക്കാനായിട്ട്. പ്രിൻസിപ്പിൾ നമ്പർ 4, അതായത് നമ്മൾ കളിച്ച പീസിനെ തന്നെ ഓപ്പണിങ്ങിൽ നമ്മൾ വീണ്ടും കളിക്കുന്നത് അത്ര നല്ലതല്ല. ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ നൈറ്റ് F3 കളിച്ചു, ഒപ്പോണന്റ് നൈറ്റ് F6 കളിച്ചു, വീണ്ടും ഇവിടെ നൈറ്റ് G5. അപ്പോൾ ഒപ്പോണന്റിന്റെയും പോൺ പുഷ്. ഈ നൈറ്റ് എടുത്ത് നമ്മൾ വീണ്ടും തിരിച്ചു വരേണ്ടി വരും. അപ്പോൾ കളിച്ച പീസിനെ വീണ്ടും കളിക്കുന്നത് നല്ലതല്ല. റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒപ്പോണന്റ് അവരുടെ പീസുകളെ ഫാസ്റ്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്യും. അപ്പൊ നമ്മൾ ഓപ്പണിംഗ് പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യമാണ് അല്ലെ, പീസ് ഡെവലപ്മെന്റ്. അപ്പോൾ നമ്മൾ കളിച്ച പീസിനെ തന്നെ വീണ്ടും കളിച്ചിട്ടിരുന്നതിൽ ഒപ്പോണന്റ് ഓരോരോ പീസിനെ ഡെവലപ്പ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഓപ്പണിങ്ങിൽ നമ്മൾ കളിച്ച പീസിനെ വീണ്ടും കളിക്കുന്നത് നല്ലതല്ല. പ്രിൻസിപ്പിൾ നമ്പർ 5, ഡോണ്ട് ബ്രിങ് യുവർ ക്യൂൺ ടു എയർലി. അതായത് ക്യൂണിനെ നമ്മൾ ഇയർലി ഡെവലപ്പ് ചെയ്യുന്ന അത്ര നല്ലതല്ല. റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒപ്പോണന്റ് നമ്മുടെ ക്യൂണിനെ അറ്റാക്ക് ചെയ്തുകൊണ്ട് അവരുടെ പീസുകളൊക്കെ ഡെവലപ്പ് ചെയ്തു. ഇത് ഇവിടെ നോക്കിയേ, ക്യൂൺ നമ്മൾ H5 കളിച്ചു, അവർ നൈറ്റ് കൊണ്ട് അതിനെ അറ്റാക്ക് ചെയ്തു. നമ്മൾ ക്യൂൺ എടുത്ത് മാറ്റുന്നു, അവർ വീണ്ടും അടുത്ത പീസ് ഡെവലപ്പ് ചെയ്തു, ക്യൂണിനെ അറ്റാക്ക് ചെയ്തു. അപ്പം അതുകൊണ്ട് ക്യൂണിനെ നമ്മൾ ഇയർലി കളിക്കുന്നത് അത്ര നല്ലതല്ല. ഒപ്പോണന്റിന്റെ പീസുകളൊക്കെ ഡെവലപ്പ് ആവുകയും ചെയ്യും, നമ്മുടെ പീസുകളൊന്നും ഡെവലപ്പ് ആവത്തില്ല. പ്രിൻസിപ്പിൾ നമ്പർ 6, കാസ്റ്റൽ ബിഫോർ 10 മൂവ്. അതായത് 10 മൂവിനുള്ളിൽ നമ്മൾ കാസ്റ്റിൽ ചെയ്യണം. എന്തൊക്കെയാണ് കാസ്റ്റ് ചെയ്യുന്നതിനുള്ള ഗുണം? 2 കാര്യങ്ങളാണുള്ളത്. ഒന്ന് എന്ന് പറയുന്നത്, കിങ് ഇവിടെ സേഫ് ആയിട്ടിരിക്കും. ഈ 3 പോണിന്റെ ബാക്കിലായിട്ട് കിങ് അവിടെ സേഫ് ആയിട്ടിരിക്കും. രണ്ടാമത്തെ കാര്യം, റൂക്ക് കളിയിലേക്ക് വരും.
റൂക്ക് സാധാരണ കളിയിലേക്ക് വരുന്നത് സെന്ററിലൂടെയാണ് റൂക്ക് കളിയിലേക്ക് വരുന്നത്. അപ്പം ഒന്നാമത്തെ കാര്യം കിങ് സേഫ് ആകും, രണ്ടാമത്തെ കാര്യം റൂക്ക് കളിയിലേക്ക്. അപ്പം ഇന്ന് നമ്മൾ നോക്കിയത് ഓപ്പണിങ്ങിൽ വരുന്ന 6 പ്രിൻസിപ്പിൾസ്. വേറെ ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നമസ്കാരം.